പശ്ചിമേഷ്യ വീണ്ടും ഒരു വലിയ യുദ്ധത്തിന്റെ മുനമ്പിൽ നിൽക്കുകയാണ്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടങ്ങൾ വർദ്ധിക്കുന്നത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമായല്ല, മറിച്ച് ആഗോളതലത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നായാണ് വിലയിരുത്തപ്പെടുന്നത്. യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ ഇറാന്റെ തിരിച്ചടി നിലവിലുള്ളതിനേക്കാൾ പല മടങ്ങ് കടുപ്പമേറിയതാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഇത് ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കിയേക്കാം. ഇറാൻ അതിന്റെ സൈനിക ശേഷി കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലുകളും ഡ്രോണുകളും ഇറാന്റെ പക്കലുണ്ട്. ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധമുണ്ടായാൽ തന്റെ പക്കലുള്ള എല്ലാ ആയുധ ശേഖരവും ഇറാൻ പുറത്തെടുക്കും. ഇത് മേഖലയിലെ ഇസ്രയേൽ അനുകൂല രാജ്യങ്ങൾക്കും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇറാന്റെ പ്രത്യാക്രമണം കേവലം അതിർത്തികളിൽ ഒതുങ്ങില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം. ഗൾഫ് മേഖലയുടെ സാമ്പത്തിക അടിത്തറ എന്നത് പ്രധാനമായും എണ്ണയാണ്. യുദ്ധം നീണ്ടുപോയാൽ ലോകത്തെ പ്രധാന എണ്ണക്കടത്തുപാതയായ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ ഇറാൻ തയ്യാറായേക്കാം. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എണ്ണയുടെ വലിയൊരു ഭാഗം കടന്നു പോകുന്നത് ഈ പാതയിലൂടെയാണ്. ഹോർമുസ് കടലിടുക്ക് തടസ്സപ്പെട്ടാൽ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരും. ഇത് ഗൾഫ് രാജ്യങ്ങളുടെ വരുമാനത്തെ മാത്രമല്ല, ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കും. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വലിയ തോതിലുള്ള വികസന പദ്ധതികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ടൂറിസം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ വലിയ മുന്നേറ്റം നടത്താൻ ഈ രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു യുദ്ധ സാഹചര്യം നിലവിൽ വന്നാൽ ഈ വിദേശ നിക്ഷേപങ്ങളെല്ലാം പിൻവലിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വികസന കുതിപ്പിൽ നിന്നിരുന്ന ഗൾഫ് രാജ്യങ്ങൾ ഇതോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങും. യുദ്ധം ദീർഘകാലം നീണ്ടു നിൽക്കുന്നത് മേഖലയിലെ സമാധാനാന്തരീക്ഷത്തെ പൂർണ്ണമായും തകർക്കും. ഇറാൻ പിന്തുണയുള്ള വിവിധ സായുധ ഗ്രൂപ്പുകൾ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലും സജീവമാണ്. ഇവർ വിവിധ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയാൽ അത് നിയന്ത്രിക്കാൻ ഗൾഫ് ഭരണകൂടങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ആഭ്യന്തര സുരക്ഷ അപകടത്തിലാക്കുന്നത് ജനജീവിതത്തെ സാരമായി ബാധിക്കും. വിദേശികളായ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഗൾഫ് വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് തൊഴിൽ വിപണിയെയും ബാധിക്കും. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി കേവലം വ്യോമാക്രമണങ്ങളിൽ ഒതുങ്ങുന്നില്ല. സൈബർ ആക്രമണങ്ങളിലൂടെ ശത്രു രാജ്യങ്ങളുടെ വാർത്താവിനിമയ സംവിധാനങ്ങളും വൈദ്യുതി നിലയങ്ങളും തകർക്കാൻ അവർക്ക് ശേഷിയുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ പ്രധാന ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇത്തരത്തിൽ ലക്ഷ്യം വെക്കപ്പെട്ടാൽ അത് രാജ്യങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ നിശ്ചലമാക്കും. ആധുനിക സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് ഇത് താങ്ങാനാവില്ല. മേഖലയിൽ അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യം ഇറാൻ ഇപ്പോഴും ഒരു വെല്ലുവിളിയാണ്. അതിനാൽ തന്നെ യുദ്ധം മുറുകുമ്പോൾ ഗൾഫിലെ അമേരിക്കൻ ബേസുകൾ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് ഗൾഫ് രാജ്യങ്ങളെ നേരിട്ട് യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കും. സ്വന്തം മണ്ണിൽ വിദേശ സൈന്യത്തിന് ഇടം നൽകിയിട്ടുള്ള രാജ്യങ്ങൾക്ക് ഇറാന്റെ ആക്രമണത്തിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ സാധിക്കില്ല. ഇത് ഈ രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി മാറാം. യുദ്ധം നീളുന്നത് അഭയാർത്ഥി പ്രവാഹത്തിന് കാരണമാകും. അയൽ രാജ്യങ്ങളിൽ നിന്ന് ജനങ്ങൾ താരതമ്യേന സുരക്ഷിതമായ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത് അവിടുത്തെ വിഭവങ്ങൾക്കും സേവനങ്ങൾക്കും മേൽ വലിയ സമ്മർദ്ദം ചെലുത്തും. ഇത് ജനസംഖ്യാപരമായ മാറ്റങ്ങൾക്കും സാമൂഹിക അസ്വസ്ഥതകൾക്കും വഴിതെളിക്കും. ഗൾഫിന്റെ സുസ്ഥിരമായ സാമൂഹിക ഘടനയെ ഇത് തകർക്കാനിടയാക്കും. പരിസ്ഥിതിപരമായ ആഘാതങ്ങളും ചെറുതായിരിക്കില്ല. എണ്ണക്കിണറുകളും സംസ്കരണശാലകളും ആക്രമിക്കപ്പെട്ടാൽ അത് കടലിലും വായുവിലും വലിയ തോതിലുള്ള മലിനീകരണം ഉണ്ടാക്കും. ഗൾഫ് കടലിലെ ജൈവ വൈവിധ്യം നശിക്കുന്നത് മത്സ്യബന്ധന മേഖലയെയും കുടിവെള്ള വിതരണത്തെയും ബാധിക്കും. ഇത് ജനങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം നീണ്ടുപോകുന്നത് ലോകത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമായിരിക്കും. ഇറാന്റെ കടുപ്പമേറിയ തിരിച്ചടി ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്വപ്നങ്ങളെയും സുരക്ഷയെയും തകർക്കും. മേഖലയിലെ സമാധാനത്തിനായി ലോകരാഷ്ട്രങ്ങൾ അടിയന്തരമായി ഇടപെടേണ്ടത് അത്യാവശ്യമാണ്. ചർച്ചകളിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും യുദ്ധം ഒഴിവാക്കാനായില്ലെങ്കിൽ ഗൾഫിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്നത് തടയാൻ സാധിക്കില്ല. സമാധാനപരമായ സഹവർത്തിത്വത്തിന് മാത്രമേ ഈ മേഖലയെ രക്ഷിക്കാൻ കഴിയൂ.